സോ അതുകൊണ്ടാണ് ബ്രെയിൻ റോട്ട് ക്ലൗണിഷ് കണ്ടന്റുകൾക്ക് മറ്റു കണ്ടന്റുകളെക്കാൾ റീച്ച് കിട്ടുന്നത്. ഇന്റർനെറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് ചിന്തിക്കാനുള്ള എഡ്യൂക്കേഷണലായിട്ടുള്ള കണ്ടന്റ്സുകളെ കാട്ടി കൂടുതൽ ഫോളോവേഴ്സും വ്യൂസും കിട്ടുക കോമാളിത്തരങ്ങളും ചീത്തവിളികളും വീട്ടിലെ വഴക്കും കുറ്റം പറച്ചിലും ഒക്കെ കാണിക്കുന്ന കണ്ടന്റ്സിനായിരിക്കും. ആൻഡ് ഇത് വെറുതെ സംഭവിക്കുന്നതല്ല, ഇതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. അതായത് ആൾക്കാരെ കൊണ്ട് കൂടുതൽ നേരെ സ്ക്രോൾ ചെയ്യിക്കാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തൊരു സിസ്റ്റമാണിത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിന് മെയിനായിട്ട് വേണ്ടത് നമ്മളുടെ അറ്റൻഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തീരുന്ന കയോട്ടിക്കായ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിനെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു ഇൻസ്റ്റന്റ് ഡോപ്പമിൻ കിക്കും കിട്ടും. നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ സമയങ്ങളിലെല്ലാം നമ്മളുടെ ബ്രെയിൻ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മളൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ് കാണുന്നതെങ്കിൽ അവിടെ നമ്മളുടെ തിങ്കിങ് ആവശ്യമാണ്. ആസ് എ റിസൾട്ട് നമ്മളുടെ സ്ക്രോളിംഗ് സ്ലോ ആവുന്നു. ആൻഡ് ഓൾസോ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റുകളുടെ അളവും കുറയുന്നുണ്ട്, വിച്ച് ഈസ് അഗെയിൻസ്റ്റ് സോഷ്യൽ മീഡിയ അൽഗോരിതം. അതേപോലെ തന്നെ എഡ്യൂക്കേഷണലായിട്ട് മറ്റുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ റിസർച്ച്, റീഡിങ്, സ്ക്രിപ്റ്റിംഗ്, ഫാക്ട് ചെക്കിങ്, എഡിറ്റിംഗ് ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ഉള്ളത് കൊണ്ട് തന്നെ ക്രിയേറ്റേഴ്സിന് ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതേസമയം ബ്രെയിൻ റോട്ട് കണ്ടന്റ് ആണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഇടാനും പറ്റും. ആൻഡ് ഇവിടെ ഓഡിയൻസിന്റെ സൈക്കോളജി ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടന്റ് കാണുമ്പോൾ ക്രിയേറ്ററിന് നമ്മളെക്കാട്ടിലെ ബുദ്ധിയോ വിവരമോ ഉണ്ടെന്ന് തോന്നുകയും നമ്മൾ ഇൻഫീരിയർ ആണെന്നൊരു തോട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ വിവരമില്ലാത്ത കോമാളിത്തരങ്ങൾ കാണുമ്പോൾ ഞാൻ ഇവരെക്കാട്ടിൽ എത്രയോ ഭേദമാണെന്നോർത്ത് ഒരു സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റിയും ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഒരാളൊരു ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്നതിനെക്കാട്ടിൽ എത്രയോ കൂടുതൽ വ്യൂസ് ഒരാളൊരു ചോദ്യത്തിന് മണ്ടത്തരം പറയുമ്പോൾ കിട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ക്ലൗൺ കണ്ടന്റ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യം അത് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു, ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, തിങ്കിങ്ങിന്റെ ആവശ്യമില്ല, കൂടുതൽ ആരുടെ ഈഗോയും ഹർട്ട് ചെയ്യുന്നില്ല. അതായത് ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല, മറിച്ച് ആൾക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കാതെ സ്ക്രോൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെക്കാനിസമാണ്.